പ്രത്യേകിച്ച് നമ്മുടെ കാവൽ മാലാഖമാർ, മിഖായേൽ മുഖ്യദൂതൻ, ഗബ്രിയേൽ മുഖ്യദൂതൻ, റഫായേൽ മുഖ്യദൂതൻ, സകല മാലാഖമാർ, 9 ക്വയേഴ്സ് ഓഫ് ഏഞ്ചൽസ്, മാലാഖമാരുടെ സഹായം നമ്മൾ ചോദിച്ച് വാങ്ങണം, നമുക്ക് ആവശ്യമുണ്ട്. ഇനി CCCയിലെ 391 ഓൺവേർഡ്സ് മാലാഖമാരുടെ പതനത്തെ പറ്റി പറയുന്നുണ്ട്. ചില മാലാഖമാരുടെ പതനം, എല്ലാ മാലാഖമാരുമല്ല, ചില മാലാഖമാരുടെ പതനം. 391 ദൈവഹിതത്തിനെതിരായി നമ്മുടെ ആദി മാതാപിതാക്കന്മാർ എടുത്ത തീരുമാനത്തിനു പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായ ഒരു സ്വരം അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയാകലുഷമായ ഒരു സ്വരം പതിയിരിക്കുന്നു. ഈ സ്വരത്തിന് ഹേതുവായ യാഥാർത്ഥ്യത്തിൽ നിപതിച്ച മാലാഖയായി തിരിച്ചറിയുന്നുണ്ട്. നിപതിച്ച മാലാഖ, സാത്താൻ, പിശാച് എന്നീ പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. സേറ്റൻ, ഈ നിപതിച്ച മാലാഖമാരുടെ ലീഡർ, ദ ഡെവിൾ. മാലാഖമാർ പ്രകൃത്യാ നല്ലവരായിരുന്നു, ദൈവത്തിൻ്റെ നല്ല സൃഷ്ടികളായിരുന്നു. എങ്കിലും ഈ നിപതിച്ച മാലാഖമാർ സ്വയം ദുഷ്ടരായിത്തീർന്നു. 392 പറയുന്നുണ്ട്, ഈ മാലാഖമാരുടെ പാപത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നുണ്ട്. മൗലികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലും ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും നിരാകരിച്ച സൃഷ്ടികളായ അരൂപികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലാണ് മാലാഖമാരുടെ പതനം അടങ്ങിയിരിക്കുന്നത്. മൗലികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലും റാഡിക്കലി ആൻഡ് ഇർറിവോക്കബിളി അവർ ദൈവത്തെയും ദൈവത്തിൻ്റെ ഭരണത്തെയും നിരാകരിച്ചു. അവർക്കെല്ലാം നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു. ബിഹോൾഡ് ദ ഫേസ് ഓഫ് ഗോഡ്. എല്ലാം അറിഞ്ഞിട്ടും ഡെലിബറേറ്റായിട്ട്, മനഃപൂർവമായിട്ട്, പേർപ്പസ്ലി അവർ ദൈവത്തെയും ദൈവത്തിൻ്റെ ഭരണത്തെയും നിരാകരിച്ചു, റിജക്റ്റ് ചെയ്തു. 393 ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ കുറവല്ല, പ്രത്യുത മാലാഖമാരുടെ തീരുമാനത്തിൻ്റെ തിരുത്താനാകാത്ത സ്വഭാവമാണ് അവരുടെ പാപത്തെ അക്ഷന്തവ്യമാക്കുന്നത്. അക്ഷന്തവ്യം എന്ന് വെച്ചാൽ അൺഫർഗിവബിൾ. മരണശേഷം മനുഷ്യർക്ക് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ മാലാഖമാർക്ക് അവരുടെ പതനശേഷം മനസ്താപം സാധ്യമല്ല. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ മനസ്താപത്തിന് സാധ്യതയില്ല. കാരണം എന്താ? മരിച്ചു കഴിഞ്ഞ് ആത്മാവി ശരീരത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ തന്നെ എല്ലാം കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. മാലാഖമാർക്ക് ശരീരമില്ലാത്തത് കൊണ്ട് അവർക്കെല്ലാം വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് എല്ലാം കണ്ടിട്ടും മനഃപൂർവ്വം പാപം ചെയ്യുമ്പോൾ പിന്നെ മനസ്താപത്തിന് സാധ്യതയില്ല. അപ്പം നമ്മളായാലും മരിക്കുന്നവരെ നമുക്ക് സമയമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും, പക്ഷേ മനസ്താപത്തിന് പോസിബിലിറ്റി ഇല്ല, സാധ്യതയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരണശേഷം മനുഷ്യർക്ക് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ മാലാഖമാർക്ക് അവരുടെ പതനശേഷം മനസ്താപം സാധ്യമല്ല. 394 പറയുന്നുണ്ട്, ദൈവപുത്രൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് വന്നത്, മനുഷ്യനായിട്ട് അവതരിച്ചത്? പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക എന്നത്. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക എന്നത്. പിശാചിൻ്റെ പ്രവർത്തികളിൽ ഏറ്റവും ഗൗരവമേറിയത് ഏതാണ്? പിശാചിൻ്റെ പ്രവർത്തികളിൽ ഏറ്റവും ഗൗരവമേറിയത് ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച വഞ്ചനാപൂർണമായ പ്രലോഭനമായിരുന്നു. അപ്പോൾ പിശാചും മറ്റു ദുഷ്ടാരൂപികളും ദൈവത്തെ ധിക്കരിച്ചു. അതിനുശേഷം അവരെന്താ ചെയ്യുന്നത്? മനുഷ്യരെയും ദൈവത്തെ ധിക്കരിക്കാനായിട്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക, ദുഷ്പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുക, വഞ്ചനാത്മകമായിട്ട് വഞ്ചിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച വഞ്ചനാപൂർണമായ പ്രലോഭനമായിരുന്നു
പിശാചിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും ഗൗരവമേറിയത്. നമ്മൾ സാത്താന്യ ദുഷ്ടാരൂപികളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സ്രഷ്ടാവല്ലേ നമ്മുടെ കൂടെ. സൃഷ്ടികളെന്തിനാ പേടിക്കണേ?